ഈ വർഷം ഇതുവരെ കേരളത്തിൽ നിന്നുള്ള താരവിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ചയായതുമായ വിവാഹത്തിലൊന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടേത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാഹ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള വിഐപികൾ പങ്കെടുത്ത വിവാഹമായിരുന്നു ഭാഗ്യയുടേത്. മാവേലിക്കര സ്വദേശിയായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയെ താലി ചാർത്തി ഭാര്യയാക്കിയത്. ബിസിനസ്സുകാരനായ ശ്രേയസും ഭാഗ്യയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വിവാഹം കെങ്കേമമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വളരെ ലളിതമായിട്ട് വിവാഹനിശ്ചയം നടക്കുന്നത്. അന്നു മുതൽ വിവാഹം കാണാൻ മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു താലികെട്ട് നടന്നത്. വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും അടക്കം സെലിബ്രിറ്റികൾ കുടുംബസമേതം എത്തിയിരുന്നു. വിവാഹത്തിന് പിന്നാലെ തൃശ്ശൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷനിലും തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തിരുന്നു. വിവാഹശേഷം പഠനത്തിനായി ഭർത്താവിനൊപ്പം വിദേശത്ത് പറന്ന താരപുത്രി പങ്കിട്ട ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ശ്രേയസുമായുള്ള പ്രണയം എപ്പോഴാണ് തുടങ്ങിയതെന്നെല്ലാം പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഭാഗ്യ കുറിച്ചു. തങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നല്ലാതെ പ്രണയത്തെക്കുറിച്ചൊന്നും ഭാഗ്യ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. 9 വർഷം മുമ്പാണത്രേ ശ്രേയസ് ആദ്യമായി തൻ്റെ പ്രണയം ഭാഗ്യയോട് പറയുന്നത്. 9 വർഷം മുമ്പ് ഈ ദിവസമാണ് എന്നെ ഇഷ്ടമാണെന്ന് അവൻ എന്നോട് പറഞ്ഞത്. അവൻ്റേതായിരിക്കാമോയെന്ന് ചോദിച്ചു. അന്ന് മുതൽ ഇന്നുവരെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായി. ജീവിതത്തിലെ എല്ലാത്തിനും ഒപ്പമുണ്ട് ഒരായിരം സ്നേഹത്തോടെ. എന്നെന്നും നീ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നാണ് ഭാഗ്യ കുറിച്ചത്. മോഡലിംഗ് രംഗത്തും സജീവമായ ശ്രേയസ് ഭാര്യയുടെ പ്രണയം നിറഞ്ഞ വാക്കുകൾ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയാക്കിയിട്ടുമുണ്ട്. ശ്രേയസിനെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് സുരേഷ് ഗോപിയും രാധികയും സ്വീകരിച്ചത്. പുതിയൊരാൾ വീട്ടിൽ വന്നുവെന്ന തോന്നലില്ലെന്ന് ഭാഗ്യയുടെ സഹോദരനും നടനുമായ മാധവ് സുരേഷും അടുത്തിടെ പറഞ്ഞിരുന്നു. ഭാഗ്യയുടെ സഹോദരങ്ങളായ ഗോകുലുമായും മാധവുമായും നല്ല സൗഹൃദം ശ്രേയസിനുണ്ട്. തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ ചേച്ചി പങ്കാളിയാക്കിയെന്ന തോന്നലാണ് അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം വന്നതെന്നും മാധവ് സുരേഷ് പറഞ്ഞു. ഗോകുലും മാധവും സിനിമയിൽ എത്തിയെങ്കിലും സുരേഷ് ഗോപിയുടെ പെൺമക്കൾ രണ്ടുപേരും മറ്റ് മേഖലകളിലേക്കാണ് തിരിഞ്ഞത്. എന്നാൽ പാപ്പൻ എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ അഭിനയിച്ചപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൽ സുരേഷ് ഗോപിയുടെ സഹായിച്ചത് പെൺമക്കളായിരുന്നു. കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഭാഗ്യ ബിരുദം നേടിയിരുന്നു. ബിരുദദാന ചടങ്ങിലെ ചിത്രങ്ങൾ താരപുത്രി പങ്കിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതുകൊണ്ട് തന്നെ പലപ്പോഴും വസ്ത്രദാനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ബോഡി ഷേമിംഗ് ചെയ്തുമായ നിരവധി കമന്റുകൾ ഭാഗ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.